തൊടുപുഴ ചുങ്കത്തെ വീട്ടിൽ നിന്ന് വ്യാഴാഴ്ച പുലർച്ചെ പതിവ് പോലെ നടക്കാനിറങ്ങിയതാണ് ബിജു ജോസഫ്. തിരിച്ചെത്തേണ്ട സമയമായിട്ടും ബിജുവിനെ കാണാതായതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ബിജുവിനെ തേടിയുള്ള പോലീസിന്റെ അന്വേഷണമെത്തിയത് കൊച്ചിയിലെ കൊട്ടേഷൻ സംഘത്തിലേക്ക്. കാപ്പ കേസ് പ്രതിയായ ഗുണ്ടയെ ചോദ്യം ചെയ്തതോടെ കേസിന്റെ ചുരുളഴിയുന്നു. ബിജുവിനെ കൊന്നുതള്ളിയത് മാലിന്യങ്ങൾ തള്ളുന്ന മാൻഹോളിലേക്ക്. കൊലപാതകത്തിന് കാരണം ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കം. ബിജുവിൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ജോമോൻ നൽകിയ കൊട്ടേഷൻ പ്രകാരം തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പോലീസ് നടത്തിയ തെരച്ചിലിനൊടുവിൽ 10 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കേസിൽ മുഖ്യപ്രതി ജോമോനെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം പറവൂരിൽ നിന്നും ഒളിവിൽ പോയ കാപ്പ കേസ് പ്രതിക്കായി നടത്തിയ തിരച്ചിലിലാണ് ബിജു ജോസഫിന്റെ കേസിൽ വഴിത്തിരിവായത്. കാപ്പ കേസ് പ്രതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം എത്തിയത് തൊടുപുഴയിലെ ഒരു ഗോഡൌണിലാണ്. അതിനിടെയാണ് ബിജുവിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകിയത്. സംഭവത്തിൽ പങ്കുണ്ടെന്ന് കുടുംബം സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ ദേവമാത കാറ്ററിംഗ് നടത്തുന്ന ജോമോൻ എന്നയാളുടെയും പേരുണ്ടായിരുന്നു. തുടർന്ന് കാപ്പ കേസ് പ്രതിയെ ചോദ്യം ചെയ്തതോടെ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയെന്ന വിവരം പോലീസിന് ലഭിക്കുന്നു. കാണാനില്ലെന്ന കേസാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട ബിജുവും മുഖ്യപ്രതിയായ ജോമോനും ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബിജുവിൻ്റേത് കൊലപാതകമാണെന്ന് മനസ്സിലായത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. ബിസിനസ് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് വിവരം. നാല് പ്രതികളുള്ള കേസിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. ബിജുവിനെ തട്ടിക്കൊണ്ടുവരാൻ കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നുവെന്ന് കേസിലെ മുഖ്യപ്രതി ജോമോൻ സമ്മതിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് തന്നെ ബിജു കൊല്ലപ്പെട്ടതായാണ് സൂചന. പിന്നീട് ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിൽ മൃതദേഹം തള്ളുകയായിരുന്നു. ശരീരത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മൃതദേഹം ഒളിപ്പിച്ച സ്ഥലം സംബന്ധിച്ച് പ്രതികൾ മൊഴി മാറ്റിയെങ്കിലും ഗോഡൌണിൽ തന്നെ ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തി. അങ്ങനെയാണ് 8 അടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ബിജു ജോസഫിനും കസ്റ്റഡിയിലുള്ള ജോമോനും മുൻപ് ബിസിനസ് പങ്കാളികളായിരുന്നു. ദേവമാത എന്ന പേരിലുള്ള കാറ്ററിംഗ് സ്ഥാപനവും മൊബൈൽ മോർച്ചറിയും ഇവർ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇരുവരും തമ്മിൽ ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേരിൽ സാമ്പത്തിക തർക്കങ്ങളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും തൊടുപുഴ ഡിവൈഎസ്പിക്കും ജോമോൻ പരാതി നൽകിയിരുന്നു. ഈ തർക്കങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തീർപ്പാക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷവും പണം തിരികെ ലഭിച്ചില്ലെന്ന് ജോമോൻ പലരോടും പറഞ്ഞിരുന്നു. ഒരിക്കൽ ബിജുവിന്റെ ഭാര്യയെ വിളിച്ച് ജോമോൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീടാണ് തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നടക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിക്ക് വീട്ടിൽ നിന്നും നടക്കാനിറങ്ങിയ ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതിനുശേഷം കാറിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിനിടെ കൊലപാതകം നടന്നു എന്നാണ് നിഗമനം. മരണം ഉറപ്പായ ശേഷം രാവിലെ 10 മണിയോടെ മൃതദേഹം ഗോഡൌണിലെത്തിച്ചു. തുടർന്ന് മാലിന്യക്കുഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബിജു ജോസഫ് വ്യാഴാഴ്ച രാവിലെ തന്നെ കൊല്ലപ്പെട്ടിരുന്നതായി ഇടുക്കി SP TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. 4 പേരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു ക്രിമിനൽ കേസുകളൊക്കെയാണ്. ഇന്നലെ ഒരു മിസ്സിംഗ് കേസായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമുള്ള അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൻ്റെ തലേദിവസം അവിടെ നിന്നൊരു കോൾ വന്നതായിട്ടും പോലീസ് അവിടെ നിന്ന് വെരിഫൈ ചെയ്തതും ഇതൊക്കെ കൂട്ടി വെച്ച് ഒരു അന്വേഷണം നടത്തിയതാണ്. അതുപോലെ ഈ പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനെ പറ്റി അന്വേഷണം നടത്തേണ്ടായി. അങ്ങനെയാണ് ഈ ഒരു കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം പ്രതികൾക്കുണ്ടായിരുന്നില്ലെന്നാണ് സൂചന. തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ച് പണം വാങ്ങുകയായിരുന്നു ലക്ഷ്യം. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘത്തിന്റെ ഇടപെടൽ സംഭവത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. കേസിലെ മുഖ്യപ്രതിയായ ജോമോന്റെ നിർദ്ദേശപ്രകാരം 3 പേരടങ്ങിയ സംഘം ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയെന്നാണ് കണ്ടെത്തൽ. News 18 തൊടുപുഴ.